വൈഫുമായിട്ട് ഇന്നലെ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായി. അതിൻ്റെ പേരിൽ അവളെന്നെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയുണ്ടായി. അതിൻ്റെ അടയാളങ്ങളും ചതവുകളുമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഞാൻ തിരിച്ചൊരു ചെറിയൊരു അടി പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനി അവളെ കേസും കൂട്ടമായിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്നപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണല്ലോ എന്ന് ഓർത്തിട്ട് ആരോടും പറയാനും. ഇനി എനിക്കെന്താണ്, ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ ആൾക്കാർ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമല്ല. അപ്പോൾ ഇനി എന്നെ പരിചയമുള്ള ആൾക്കാരെന്നോട് ചോദിക്കരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. வணக்கம் தோழர்களே, ஏழை மக்களின் யூடியூப் சேனலை சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணிக்கோங்க. இன்றைக்கி என்ன விஷயம் கேட்டிங்கன்னா, ஒருத்தர் ஒரு வீடியோ போட்டிருக்கிறாரு பாருங்க. வெளிநாட்டில் போய் பல வருஷங்கள் பாடுபட்டு ஊருக்கு வந்த அன்னைக்கு பொண்டாடி பிடிச்சி அடித்து மண்டையெல்லாம் உடச்சி மூஞ்சியெல்லாம் என்னமோ கத்தியில் வெட்டினது என்னமோ காயமாக இருக்குது. என்ன இருக்குது நிலைமை பாருங்க. வர வர ஆம்பளைகளை கொடுமை பண்ணுறாங்க. பொம்பளைகள்லாம் ஆம்பளையோட காசு கிடைக்க வரைக்கும் வாங்கி சாப்பிட்டு தின்னு குடிச்சு சம்பாரித்து வச்சுக்கிட்டு ஆம்பளை பேரில் பொய் கேஸை போடவும், ஆம்பளையில் அடிக்கும் உதைக்கும் செஞ்சுட்டு பொம்பளை போய் கேஸு கொடுக்குறது போயிடும். நம்ம இது என்னது இது? இப்படியே போனால் நம்மெல்லாம் இந்த இந்தியாவில் எல்லாம் உலகத்தில் எங்கேயும் ஆம்பளைகள் வாழ முடியாது. ஆனால் இந்த ஏழை மக்களின் குரல் என்ன சொல்லுது தெரியுமா? இன்றைக்கி എന്ത് പറയാൻ പോകണമെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഒരു എല്ലാവരും വീഡിയോ കണ്ടാലും പോലില്ല, ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ഗൾഫിൽ പോയി പല കാലം കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊടുത്ത് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ഇന്ന് നാട്ടിൽ വന്നപ്പോൾ ഭാര്യ പിടിച്ച് കത്തി കൊണ്ട് വെട്ടി തന്നതിന് മുഖത്തിലൊക്കെ കത്തി കൊണ്ട് വെട്ടി മുറിവുണ്ട്. അങ്ങനെ പറയുന്ന ഭാര്യയ്ക്ക് ഞാൻ കേസിനൊന്നും പോകണില്ല, നമുക്ക് അവർ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, ആരെന്നെ മൂഞ്ചിലെ മുഖത്തെ എങ്ങനെ മുറിയായെന്ന് ചോദിക്കാൻ പാടില്ല പറയേണ്ട. അങ്ങേര് പാവം നല്ല മനുഷ്യനാണ്. ഇങ്ങേരനൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടെ ചേർന്നിട്ട് മനുഷ്യനൊക്കെ കൊല്ലുന്നു കേട്ടോ. ഇതൊക്കെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഡൽഹിയിലുള്ള സുപ്രീം കോടതിയും ഇത് പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് ആണുങ്ങൾക്കെതിരെ വെറുതെ കള്ളക്കേസ്, പീഡന കേസ്, കൊലക്കുറ്റ കേസ്, പോക്സോ കേസ്. എന്താ ഇത്? ബഹുമാനപ്പെട്ട എന്നോട് കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഇതൊക്കെ പരിശോധിച്ച് ആണുങ്ങളെ രക്ഷിച്ച് നീതി വഴങ്ങണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ വിഷയം, നമ്മളെ രാഹുൽ ഈശ്വർ സാർ പറയുന്ന പോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് ഈ യൂട്യൂബ് കാണുന്ന എല്ലാവരും ഈ പുരുഷ കമ്മീഷനുക്കായി നമ്മൾ വലിയൊരു മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നടത്തുന്ന സമയത്ത് ആളുകളുടെ എല്ലാവരും പങ്കെടുക്കുന്നതും ഞാൻ താഴ്മയും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഉங்ககிட்ட எல்லாரும் என்ன கேட்கறனா, இந்த புருஷ கமிஷன் வேணும்னு சொல்லி நம்ம ஒரு மீட்டிங் நடத்தலாம் தீர்மானிச்சுக்கிறேன். ராகுல் ஈஸ்வர் சார் கூப்பிட்டு பாலக்காடில் ஒரு மீட்டிங் நடத்தலாம்னு தீர்மானிச்சுக்கிறேன். அப்போ நீங்கள்லாம் தாழ்மையை ஆம்பளைகள்லாம் பங்கெடுக்கணும்னு தாழ்மையை கேட்டுக்கிறேன். ஏன் தெரியுமா? இப்போ ஆம்பளைகள் கொடுமை இப்போ வீடியோ பார்த்தீங்கல்ல, அவர் பாவம் கல்ஃபில் போய் பாடுபட்டு சம்பாரித்து பொண்டாடிக்கெல்லாம் சொத்து பணமெல்லாம் கொடுத்துட்டு ஊருக்கு வந்த அன்றைக்கி பொண்டாடி பிடிச்சி கத்தியில் வெட்டி கொடுவால் வெட்டி பாருங்க மூஞ்சியெல்லாம் காயமாகி அழுதுட்டு இருக்கிறாரு. நிலைமையை பார்த்துங்க ஆம்பளைகள் நிலைமையை. இது ബഹുമാനപ്പെട്ട എന്നോട് കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കേസൊക്കെ പരിഗണിക്കണം. ആണുങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരതയ്ക്ക് ഞങ്ങൾക്ക് നീതി വഴങ്ങണം. ഇങ്ങനെ പോയാൽ ഞങ്ങൾ ആണുങ്ങളൊന്നും ജീവിക്കാൻ പറ്റില്ല. വായി തുറന്ന പീഡന കേസ്, പോക്സോ കേസ്, ശ്രീ അമ്മാൻസന്റെ കേസ്. പക്ഷെ ആണുങ്ങൾ പരാതി കൊടുത്താലോ ഇതെന്താ? അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്ര കാലമായിട്ട് ആണുങ്ങൾക്കെതിരെ ഇങ്ങനെ ക്രൂരത നിങ്ങൾ കാണുന്നുണ്ടോ? ജഡ്ജി സാറൊക്കെ കാണണം കേട്ടോ. ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, എരുമമാടൊന്നുമല്ല, ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. ഈ മോളിലിരിക്കുന്ന ജഡ്ജി സാറെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടേ ഞങ്ങൾക്ക് നീതി വഴങ്ങട്ടോ, ആണുങ്ങൾക്ക് നീതി വഴങ്ങണം കേട്ടോ. ആണുങ്ങളെ എല്ലാം സത്യസന്ധന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും കള്ളന്മാരെ കൊള്ളക്കാരന്മാരെന്നല്ല ജഡ്ജി സാറേ. ഞാനൊക്കെ സത്യസന്ധനായ വ്യക്തിയാണ് സാറേ. എൻ്റെ പേരിൽ 2 പീഡന കേസാണ് ചെയ്യാത്ത കുറ്റത്തിന്. അത് ഭർത്താവ് രക്ഷിക്കാനും പള്ളി വികാരിക്ക് വേണ്ടി, ഒരു പാവടക്കാരനെ പള്ളി വികാരിക്ക് വേണ്ടിയും അമ്മായിപ്പനക്ക് വേണ്ടിയും ആ ശരി കേസ് കൊടുത്താണ്. കേസൊന്നും എന്നെ ചെയ്യില്ല, കേസ് കോടതിയിൽ ഇല്ലാതെ പോകും. പക്ഷേ എൻ്റെ 1 കൊല്ലം ജീവിതം പോയി കിട്ടിയതാണ് സാറേ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി സാറും കേരള ഹൈക്കോടതി ജഡ്ജി സാറും വിനിമയി ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇത് കാണണമെന്ന്. കണ്ടുകൊണ്ട് ആണുങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരതയ്ക്ക് നീതി വഴങ്ങണം, പുതിയ നിയമം കൊണ്ടുവരണം. ഇങ്ങനെ ആണുങ്ങൾ കേസ് കൊടുത്താലും സ്ത്രീകൾക്കെതിരെ കേസ് എടുക്കണം. ഒരു സ്ത്രീ പരാതി കൊടുത്താൽ കേസ് എടുക്കേണ്ട, അത് വാദമല്ല ഞാൻ പറയുന്ന വാദം. അത് വിശദമായി പരിശോധിച്ച് കേസ് എടുക്കണമെന്നാണ് കൊഞ്ഞാമ്പറ പോലീസുകാരോടും കേരള DGPയോടും കേരള മുഖ്യമന്ത്രിയോടും നമ്മളെ കേരള ഹൈക്കോടതിയോടും ഡൽഹിയിലെ സുപ്രീം കോടതിയോടും ഞാൻ വിൻസെന്റ് സേവ്യറായ ഏഴ് മക്കളെയും കുരൽ വിരുദ്ധമായിരുന്നു. ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവർക്കും വന്നിട്ട് ഞാൻ ഇനി ഇതന്നെ പരിപാടി എനിക്ക് ആളുകളെ ചൂണ്ടിക്കാട്ടുന്ന യൂട്യൂബ് ചാനൽ ജയ് ഹിന്ദ്.